ഒക്കെ 40:2 എന്ന 1:40 ഒക്കെ വരുന്നത്. 40 തന്നെ ആണ് അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ്. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ അത് 50 ആയിരുന്നു. അതാണ് ഈ മാർജിനൽ ഇൻക്രീസ് വഴി 65-ലെത്തുന്നത്. ഗവൺമെന്റ് സ്കൂളോ? അല്ല, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓൺ ഫണ്ട് കൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ പറഞ്ഞ നിങ്ങൾ അതിന്റെ മാനേജ്മെന്റ് MSP ആയിരുന്നു, പോലീസായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ചില ഇഷ്യൂസ് ഉണ്ട്, അത് പരിഹരിക്കും. ഉണ്ട്. അത് ഒരു സെപ്പറേറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ഇതിനു മുമ്പ് തന്നെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഹജ്ജ് വകുപ്പും ഇടപെട്ടിട്ടുണ്ട്, പാർട്ടികൾ ഇടപെട്ടിട്ടുണ്ട്, നമ്മുടെ MP-മാർ ഇടപെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അത് പിന്നെ നമ്മളും തുടരും. കാരണം ഈ ഏരിയയിൽ നിന്നാണല്ലോ കൂടുതൽ ആളുകൾ. അപ്പോൾ അതിന് ഇവിടെ അതിൻ്റെ എംബാർക്കേഷൻ പോയിന്റും കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. അത് തുടരും. ഒരുപാട് ആളുകൾ പുറത്തു പോകുന്ന സാഹചര്യമാണ്. കാരണം ഏറ്റവും അവസാനം കമ്മ്യൂണിറ്റി കോട്ട പരിഹരിക്കേണ്ട പകരം മറ്റുള്ളവരെ പോലും കമ്മ്യൂണിറ്റി ലിസ്റ്റ് ഉൾപ്പെടുത്തിയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതിൽ എത്ര മാറ്റം ഉണ്ടാവും? അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മെറിറ്റ് കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിറ്റി കോട്ടകൾ എടുക്കേണ്ടത്. ഇത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ആദ്യം കൊടുത്തിട്ട് അപ്പോൾ മെറിറ്റിൽ അവർക്ക് കിട്ടേണ്ട ചാൻസാണ് പോകുന്നത്. അത് നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായ വളരെ വലിയൊരു ആക്ഷേപമായിരുന്നു. ഉണ്ടാവില്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധ